സ്വാതന്ത്ര്യാനന്തരം ജവഹർലാൽ നെഹ്റു, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായ് പട്ടേൽ തുടങ്ങിയ ധിഷണാശാലികളായ നേതാക്കളുടെ നേതൃത്വത്തിലാണ് നാം ഇന്നീ കാണുന്ന പുരോഗതി കൈവരിച്ചത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിരവധി IITകളും IIMകളും കേന്ദ്ര സർവകലാശാലകളും സ്ഥാപിതമായി. അങ്ങനെ നാം വിദ്യാഭ്യാസപരമായി പുരോഗമിച്ചു. വിവരാവകാശ നിയമവും വിദ്യാഭ്യാസ നിയമവും ഒക്കെ ഇന്ത്യയിൽ നടപ്പിലായി. ചന്ദ്രയാൻ, മംഗൾയാൻ തുടങ്ങിയ ബഹിരാകാശ ദൗത്യങ്ങൾ ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. 2008 ആയപ്പോഴേക്കും ലോകത്തിലെ സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ 1-ാം സ്ഥാനം കരസ്ഥമാക്കി. മാനുഫാക്ചറിംഗിൽ 6-ാം സ്ഥാനത്താണ് ഇന്ത്യ എത്തി നിൽക്കുന്നത്. 2035 ആകുമ്പോഴേക്കും സ്വന്തമായി ഒരു ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും 2040 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുവാനുമാണ് ISRO ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിന് കാരണം നമ്മുടെ ബൃഹത്തായ ഭരണഘടന തന്നെയാണ്. 1950 ജനുവരി 26-നാണ് 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തുകൊണ്ട് പൂർത്തീകരിക്കപ്പെട്ട നമ്മുടെ ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിനെ അദ്ദേഹത്തിന്റെ ചിന്തകളിൽ ഓർക്കാതെ പരാമർശിക്കാതെ ഒരു റിപ്പബ്ലിക് ദിനവും നമുക്ക് ആഘോഷിക്കുവാൻ സാധിക്കുകയില്ല. എന്താണ് ഈ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനാധിപത്യത്തിന്റെ വളരെ വിഖ്യാതമായ നിർവചനം നൽകിയിട്ടുള്ളത് അബ്രഹാം ലിങ്കൺ ആണ്. അദ്ദേഹം പറഞ്ഞത് റൂൾ ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്നാണ്. ഇതിലെ ബൈ ദ പീപ്പിൾ, ജനങ്ങൾ ഭരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പലപ്പോഴും പതിറ്റാണ്ടുകളായി ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുന്ന രാജ്യങ്ങളിൽ ഈ ബൈ ദ പീപ്പിൾ, ജനങ്ങൾ ഭരിക്കുന്നത് എന്നത് പൂർണ്ണമായി ഇന്നും നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ഏറെ പരിമിതികളോടെ നിലനിൽക്കുന്നു എന്നത് വാസ്തവമാണ്. അതുകൊണ്ട് തന്നെ ഈ ഡെഫിനിഷൻ പലപ്പോഴും പല വിമർശനങ്ങൾക്കും ഇടയാകുന്നുണ്ട്. അതേസമയം ഡോക്ടർ BR അംബേദ്കർ വളരെ മനോഹരമായി ജനാധിപത്യത്തെ നിർവചിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തരായിരിക്കുവാനും ആ വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കുവാനുമുള്ള അവകാശമാണ് ജനാധിപത്യം. അതായത് ഭൂരിപക്ഷ ഹിതമല്ല ജനാധിപത്യം, മറിച്ച് അതിൽ നിന്നും വേറിട്ട് നിൽക്കാൻ ഒരാളെ എത്രമാത്രം അനുവദിക്കുന്നുണ്ട് എന്നതാണ് ജനാധിപത്യത്തിന്റെ കാതൽ. വേറിട്ട് നിൽക്കുവാനുള്ള അവകാശമാണ് ജനാധിപത്യം. ഭൂരിപക്ഷാഭിപ്രായം എല്ലാവരിലും അടിച്ചേൽപ്പിക്കുന്നതല്ല ജനാധിപത്യം. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുമ്പോൾ ജനാധിപത്യത്തെ ഫ്രീഡം എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അംബേദ്കർ 3 വാക്കുകളിൽ ജനാധിപത്യത്തെ നിർവചിക്കുകയുണ്ട്: ഇക്വാലിറ്റി, ലിബർട്ടി, ഫ്രട്ടേണിറ്റി. ഈ ഫ്രീഡം എന്നത് ലിബർട്ടിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തപ്പെട്ടിട്ടുള്ള ഒരു വാക്കാണ്. ഫ്രീഡം എന്നാൽ വ്യക്തി സ്വാതന്ത്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതേസമയം ലിബർട്ടി നമ്മുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ കൂടി പരിഗണിക്കുന്ന, അപരനെ കൂടി പരിഗണിക്കുന്നതാണ് ലിബർട്ടി. അതായത് സാമൂഹികമായ സ്വാതന്ത്ര്യം. ഈ ലിബർട്ടി ജാതി, മത, വർഗ, ലിംഗ, വർണ്ണ ഭേദമന്യേ സർവരും തുല്യനാണ് എന്ന ചിന്ത, സമത്വം, ഇക്വാലിറ്റി. ഈ ഇക്വാലിറ്റിയും ലിബർട്ടിയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് ഫ്രട്ടേണിറ്റി അഥവാ സാഹോദര്യം. ഈ സാഹോദര്യം പൂർത്തീകരിക്കപ്പെടുന്നത് സെക്യുലറിസത്തിലൂടെയാണ്, അതായത് മതേതരത്വത്തിലൂടെയാണ്. ഒരിക്കൽ ഗാന്ധിജി പറയുകയുണ്ടായി, ഒരു രാജ്യത്തെ മുഴുവൻ ആളുകൾക്കും ഒരു മതമായാൽ പോലും ആ രാജ്യത്തിന് ഒരു മതം ആവശ്യമില്ല. ഇത്രയും മനോഹരമായാണ് ഗാന്ധിജി മതേതരത്വത്തെ നിർവചിച്ചിട്ടുള്ളത്. തികഞ്ഞ മതവിശ്വാസിയായ ഗാന്ധിജിയായിരുന്നു ഇക്കാര്യം പറഞ്ഞത് എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ വന്ന വാർത്ത, ലോകത്തിലെ ഒരു വൻകിട രാജ്യത്തിൽ നാച്ചുറൽ ഹ്യൂമാനിസം അഥവാ വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ലോകാസമസ്ത സുഖിനോ ഭവതു. വിശ്വമാനവികതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു ഇന്ത്യയാണ് എന്റെ സ്വപ്നത്തിലെ ഭാരതം. ഈ അടുത്ത് പുറത്തുവന്ന ലോകത്തിലെ സുപ്രധാന ഏജൻസികൾ നടത്തിയ ഒരു സർവേകളിൽ ഓരോ മേഖലയിലെയും ഇന്ത്യയുടെ സ്ഥാനം എത്രയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പട്ടിണി 107-ാം സ്ഥാനം, അഴിമതിയിൽ 85, സമാധാനത്തിൽ 132, വികസനത്തിൽ 136, മാധ്യമ സ്വാതന്ത്ര്യത്തിൽ 160. ഒരിക്കൽ ഗാന്ധിജിയോട് ചോദിക്കുകയുണ്ടായി, ബാപ്പുജി, എന്തായിരിക്കും സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ അടിസ്ഥാന ദൗത്യം? അപ്പോൾ ഗാന്ധിജി പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ കണ്ണിലെ കണ്ണുനീരൊപ്പുമെന്ന്. അതായത് ഏതൊരു വികസന നയങ്ങളും നടപടിക്രമങ്ങളും നടപ്പിലാക്കുന്നത് അത് ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരനായ മനുഷ്യന് എങ്ങനെ ഉപകരിക്കും
നവഭാരതമാണ് എന്റെ പ്രതീക്ഷയും ഇന്ത്യ. എനിക്ക് ഇന്ന് റിപ്പബ്ലിക് ദിനത്തിൽ ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവസരം തന്ന DAG സാറിനും മറ്റെല്ലാ ഒഫീഷ്യൽസിനും കൃത്യമായ നന്ദി അറിയിക്കുകയാണ്. ഏവർക്കും ഒരിക്കൽ കൂടി റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ജയ്.